കേട്ടാ ഇവറ്റകളെ കരച്ചൽ ഈ 5 വർഷം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. ഇവറ്റകൾ എന്തൊരു മൂങ്ങലാ മൂങ്ങുന്നു. എന്നാലും ഇവറ്റകൾക്ക് ഇങ്ങനെ മൂങ്ങാതിരിക്കണം എന്നൊരു സാഹചര്യം ഉണ്ടാകണമായിരുന്നെങ്കിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തെറ്റായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിനെ തിരുത്തിക്കാനുള്ള ആർജവും തന്റെ ഇവറ്റകൾ കാണിക്കണ്ടേ? ഇല്ല. ഇവറ്റകളുടെ നേതാക്കന്മാർ എന്ത് തെമ്മാടിത്തരം ചെയ്യുമ്പോൾ അതിനൊരു ഉറപ്പുമില്ലാതെ വന്ന് ന്യായീകരിച്ച് മഴുകി വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ തോൽവി ഉണ്ടായത്. ഞാൻ ഇത് പറയാനുണ്ടായ സാഹചര്യം, ഇന്നലെ നമ്മുടെ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഉടനെ തന്നെ ഫയലൊന്നും പരിശോധിച്ചിട്ടൊന്നുമില്ല. ഒരു മന്ത്രിമാരും ഫയൽ പരിശോധിച്ച മുഖ്യമന്ത്രിയും ഫയലൊന്നും പരിശോധിച്ചിട്ടില്ല. എന്നാൽ പോലും ആശാ വർക്കർക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി വളരെ കൃത്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആശ്വാസമായി കൊണ്ട് ഒരു 3000 രൂപ അതിനും വർദ്ധിപ്പിച്ചു. അതുപോലെ അംഗൻവാടി തൊഴിലാളികൾക്കൊക്കെ 1000 രൂപ വെച്ച് വർദ്ധിപ്പിച്ച് അവർക്കൊരു ആശ്വാസം കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഫയലൊക്കെ പരിശോധിച്ച് ഗവൺമെന്റ് പോകെ അതൊക്കെ നടപ്പാക്കി തരുമെന്ന് വളരെ കൃത്യമായിട്ട് പച്ച മലയാളത്തിൽ മനസ്സിലാവുന്ന ഭാഷയിൽ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാതെ കുറെ എണ്ണം വന്നിട്ട് ഇപ്പൊ ചോദിക്കുക, ഇപ്പൊ എന്തുണ്ട്, നിങ്ങൾക്ക് 21,000 കിട്ടിയോ? ഞങ്ങള് പറഞ്ഞില്ലേ, ഇതുവരെ നുണകളാ പറയാ. അപ്പൊ പിണറായി വിജയന്റെ വില നിങ്ങളതിന് തിരിച്ചറിയും. എന്ത് വില തിരിച്ചറിയുന്ന പറയുന്നത്? ഇതുപോലൊരു നാണം കെട്ട മുഖ്യെ, ഇതുപോലെ കേരളം കട്ടുമൂടിച്ച ഒരു ഗവൺമെന്റ്, ഇതുപോലെ ദൂർത്ത് അടിച്ച് നടന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത തലവനെ എന്ത് ഓർമ്മിക്കാന്നാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കുറച്ച് അടിമ സഖാക്കളുണ്ട്, ന്യായീകരണ തൊഴിലാളികൾ. നിങ്ങൾ ഇങ്ങനെ പറയുമെന്നല്ലാതെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റിൽ വിശ്വസിക്കുന്ന ഒരുത്തനോ കമ്മ്യൂണിസ്റ്റിന്റെ പ്രത്യശാസ്ത്രം സ്റ്റേറ്റിനകത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ ഇത് അംഗീകരിക്കുമോ? അംഗീകരിക്കത്തില്ല എന്നതിന്റെ ഉദാത്തമായ തെളിവല്ലേ ഇവറ്റകളുടെ കോട്ട കൊത്തളം പോലും അടിമറച്ചുകൊണ്ട് UDFന്റെ മുന്നേറ്റം ഉണ്ടായത്? അതും മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദയും കാണിക്കണ്ടേ? അതൊന്നും കാണിക്കാതെ ഇവിടെ വന്ന് ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് അഭ്യർത്ഥനയിൽ അല്ലെങ്കിൽ ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യം അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവറ്റകളുടെ കരച്ചല് കേൾക്കുമ്പോൾ നമുക്ക് പോലും സഹിക്കുന്നില്ല. ഓക്കെ, ഇനി ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞു, ഈ 5 വർഷമല്ല, ഇനി ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ഇങ്ങനെ മോങ്ങേണ്ടി വരും. കാരണം അത്ര നല്ല പെർഫോമൻസ് ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ്, ഒരു ദീർഘവീക്ഷണമുള്ള ഒരു മുഖ്യമന്ത്രിയാ കേരളത്തിലേക്ക് ഇപ്പൊ എൻട്രി ചെയ്തിട്ടുള്ളത്. കേട്ടാ, സാമ്പത്തികത്തിലായാലും സ്റ്റേറ്റിന്റെ കാഴ്ചപ്പാടിലായാലും വളർന്നു വരുന്ന യുവാക്കളുടെ ചിന്തകൾ എന്താ പറയാ പെനക്ട് ചെയ്ത് കണ്ടെത്തിയിട്ട് അതിർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും ചങ്കുറപ്പും കഴിവുമുള്ള ഒരു 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 നേതാവാണ് ഇപ്പൊ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ കേട്ടാ. അല്ലാതെ അവിടെ ഇവിടെ വിദ്യാഭ്യാസമില്ല, കാര്യവും ഇല്ല. പിന്നെ യോഗ്യത, ഇവറ്റകളെ യോഗ്യത എന്താ? ഒരാളെ തല്ലിക്കൊന്നു, ഒരാളെ വെട്ടിക്കൊന്നു, ഒരാളെ കുത്തിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് യോഗ്യതയാക്കി കൊണ്ടുവന്നിട്ട് മന്ത്രിസഭ രൂപീകരിച്ചതല്ല. പഠിച്ച് രാജ്യത്തിന്റെ സ്പന്ദനം അറിയുന്ന എന്താണോ സ്റ്റേറ്റിനകത്ത് വേണ്ടത്, എന്താണോ യുവാക്കൾക്ക് വേണ്ടത്, എന്താണോ പൊതുസമൂഹത്തിന് വേണ്ടത്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു എന്താ പറയുക മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു ആംബേറുള്ള ഒരു നട്ടലുള്ള ഒരു മുഖ്യനാ കേരളത്തിൽ നിന്നുണ്ടായത്. കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടല്ലേ ഇത്രയും എഡ്യൂക്കേറ്റഡും ഇത്തരം ദീർഘവീക്ഷണമുള്ള ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുടക്കത്തിൽ തന്നെ എന്താ പറയുക ജനഹൃദയങ്ങൾ കീഴടക്കുന്നുണ്ട്. അപ്പൊ അതിനെ തകിടം മറിക്കാൻ വേണ്ടി പച്ച നുണകള്, കല്ലുവച്ച കളവുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക ഇവറ്റകള്. ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ 3 ഇലക്ഷന്റെ അനുഭവങ്ങൾ എടുത്ത് പരിശോധിക്കുക. നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റിൽ ഇതുപോലെ അടപടലം നിങ്ങളെ പൊട്ടിച്ച് ജനങ്ങൾ കാലേമാരി വിത്തിയിലടിച്ച് നിലത്തടിച്ച് നീങ്ങണം. അപ്പൊ നിങ്ങൾ മറ്റൊരു ന്യായീകരണമായി വന്നു. എന്താ ന്യായീകരണം? അത് ദേശീയ തലത്തിൽ BJPയോടുള്ള ഭയപ്പാട് കൊണ്ട് കോൺഗ്രസ് ഗവൺമെന്റ് ഫോം ചെയ്യും എന്നുള്ള വിചാരം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തതാണ്. നിങ്ങൾ അന്നതിന് ന്യായീകരണം കണ്ടെത്തിയത്. അതിനുശേഷം ലോക്കൽ ബോർഡ് ഇലക്ഷൻ വന്നു. ലോക്കൽ ബോർഡ് ഇലക്ഷൻ വന്നപ്പോൾ നിങ്ങളുടെ തല പിടിച്ച് ചുമരിന് അടിച്ച് ജനങ്ങൾ. അപ്പോഴും നിങ്ങൾ അതിന് ന്യായീകരണം കണ്ടെത്തി. അത് ലോക്കൽ ബോർഡ് ഇലക്ഷനിൽ ചില വ്യക്തികളുടെ എന്താ പറയണ്ട ജനങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ ആ വിഭാഗവുമായിട്ടുള്ള സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും പേരിൽ അങ്ങനെ വോട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് UDFന് ഒരു മേൽക്കൈ ഉണ്ടായത് എന്ന് നിങ്ങൾ പച്ച നോണ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇല്ലേ? അതിനുശേഷം ഇപ്പോഴും സ്റ്റേറ്റിനകത്ത് നമ്മൾ 3ാമത്തെ ഇലക്ഷനിലും വമ്പിച്ച വിജയത്തോടു കൂടി സ്റ്റേറ്റിലും ഞങ്ങൾ വന്നു. അപ്പൊ നിങ്ങൾ ഇതാ പറഞ്ഞു നടക്കുന്നത് അല്ലേ?
അങ്ങനെ ഒരു തോൽവിയായിട്ട് അംഗീകരിക്കാതെ അതിനെ ന്യായീകരിച്ച് മഴുകുന്ന നാണം കെട്ട വർഗത്തിനോട് എന്ത് പറഞ്ഞാലും കാര്യമില്ല എന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. പക്ഷെ എങ്കിലും നിങ്ങൾ ഈ നുണപ്രചാരണം അഴിച്ചു വിടുമ്പോൾ ഏതെങ്കിലും നിഷ്പക്ഷവാദിയായ വാദികൾ അത് ഒരു ഘട്ടത്തിലെങ്കിലും അത് സത്യമാണോ എന്ന് സംശയിച്ചു പോയാൽ അത് തെറ്റാകും എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് നിങ്ങളെ കേരള സമൂഹം ഒറ്റക്കെട്ടായി വെറുത്തിട്ടാണ് നിങ്ങളെ ചവിട്ടി പുറത്താക്കിയത്. മനസ്സിലായ? എന്നിട്ട് ഇപ്പം വന്നിട്ട് മൂങ്ങി പറയാ ഞങ്ങള് പിണറായി ഞങ്ങൾ ഓർമ്മിക്കും എക്കാലവും ഓർമ്മിക്കും. കാരണം എന്താ അറിയോ, ശബരിമലയിലെ സ്വർണം കെട്ട കാട്ടുകളൻ ഓർമ്മിക്കാതെ ഒരു ദിവസവും ഇനി മുന്നോട്ട് കേരളം കടന്നു പോകത്തില്ല. കാരണം അത്തരം ജനകോടികളുടെ വിശ്വാസത്തെ പോലും വഞ്ചിച്ച് ചൂഷണം ചെയ്ത കാട്ടുകളുടെ ഗവൺമെന്റ് ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയൻ. അതുകൊണ്ട് നിങ്ങൾ ഒരു പറഞ്ഞ കാര്യം കരുതുക, കേരളത്തിൽ ഇനി പിണറായി ഓർക്കാതെ ഒരു ദിവസം പോലും ഉണ്ടാവത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അത് കറക്റ്റാ ഈ വിഷയത്തിന്റെ മുകളിൽ കേട്ടാ. പിന്നെ അതും മാത്രമല്ല, ഈ ഗവൺമെന്റ് ഫോം ചെയ്ത് കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ തന്നെ എത്ര ബൈ ഇലക്ഷൻ നടന്നു ഇല്ലേ? എല്ലാറ്റിലും UDF അല്ലേ തൂത്തുവാരിയത്. അതിനകത്ത് മാത്രം CPIMന്റെ ഒരു സീറ്റ് പോലും ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ? അപ്പോഴീവറ്റകൾ എന്താ പറയാ, അത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലല്ലേ, കോൺഗ്രസിന്റെ മണ്ഡലത്തിൽ അവർ വിജയിച്ചതല്ലേ, അതിലെന്താ ഇടതുപക്ഷത്തിന് എന്ത് പരാജയം ഉണ്ടായെന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ നല്ല പ്രതാപകാലത്ത് കിട്ടുന്ന ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് 3-2 ഭൂരിപക്ഷം കൊണ്ട് ഓരോരോ മണ്ഡലത്തിലും വിജയിക്കുമ്പം അത് നിങ്ങളുടെ കാലിനടിയിൽ മണ്ണൊലിച്ചു പോവാണെന്നുള്ള ചിന്തിക്കാതെ സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ആ തോൽവിയെപ്പോലും തോൽവിയായി അംഗീകരിക്കാതെ അതിന് ന്യായീകരിച്ച് മഴുകുന്ന ഈ പറയുന്ന എന്താ പറയാ ഈ സൈബറോളികളുണ്ടല്ലോ, അവരോട് സാദാഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഘട്ടത്തിൽ എന്താ പറഞ്ഞത്, എന്നെ പറ്റി ഒരു ആക്ഷേപങ്ങൾ ഉണ്ടാക്കി. ഞാൻ പാർട്ടി തോറ്റു കഴിഞ്ഞാൽ മുഴുവൻ നേതാക്കന്മാരെയും തെറിവിളിക്കൽ എന്റെ ജോലി. ഞാൻ ഒരു ഘട്ടത്തിലും നേതാക്കന്മാരെ തെറിയാൻ വിളിച്ചിട്ടില്ല. പക്ഷെ എന്റെ പ്രസ്ഥാനം നേതാക്കന്മാരുടെ പിടിപ്പുകേട് കൊണ്ട് പരാജയത്തിലേക്ക് പോകും എന്ന് ഘട്ടം വന്നപ്പോ അതിനെ തിരുത്താൻ വേണ്ടി അല്ലെങ്കിൽ തിരുത്തിക്കാൻ വേണ്ടി ഞാൻ എന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇന്നലകൾ ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്യുന്നുണ്ട്, നാളുകളിലും ചെയ്യും. ഒരു തർക്കവും വേണ്ട. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങളെ അടിമത്തം സ്വീകരിച്ച കമ്മികളെ പോലെയല്ല എന്റെ നിലപാട്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിന്റെ ആശയത്തിൽ വിശ്വസിക്കുന്നത്. പക്ഷെ അടിമത്തം പേരാതെ ഒരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു തിരുത്തൽ ശക്തിയായി എന്റെ ശബ്ദം എത്ര കാലം ഉയർത്താൻ പറ്റും അത്ര കാലം ഞാൻ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അതിന് എന്റെ എതിരാളികൾ, എന്നെ ആക്ഷേപിക്കുന്നവർ ഏത് തരത്തിലിട്ട് എന്ത് പദം ഉപയോഗിച്ചു കഴിഞ്ഞാലും എന്റെ ഈ ശബ്ദം നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസിന്റെ ഐഡിയോളജിയിലാണ്, കോൺഗ്രസിന്റെ നന്മക്ക് വേണ്ടിയാ, രാജ്യത്ത് കോൺഗ്രസ് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അല്ലാതെ നിങ്ങളെപ്പോലെ നേതാക്കന്മാർക്ക് വേണ്ടി കുഴലൊത്തുപാടുന്ന ആ നാണം കെട്ട പണി ഞാൻ എടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്നെയും നിങ്ങളെയും വെച്ച് കമ്പയർ ചെയ്യണ്ട. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഞാൻ ഏതെങ്കിലും നേതാക്കന്മാരെ തെറി പറഞ്ഞിട്ട് അൺപാർലമെന്റ് വാക്ക് ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിച്ച് പറയാം നിങ്ങളോട്. അതൊന്നുകൊണ്ട് എന്റെ കമന്റ് ബോക്സിലിടും. പിന്നെ ഞാൻ ചില സമയങ്ങളിൽ പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ചില നേതാക്കന്മാരുടെ പിടിപ്പുകേട് കൊണ്ട് ഞങ്ങൾ പുറകോട്ട് പോയപ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിക്കുന്ന ചില ആലങ്കാരിക പദങ്ങൾ വെച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് നാളുകളിലും തുടരും. അതിനെയൊക്കെ തെറിയിലേക്കാണ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങളുടെ ഈ അണ്ടം കമ്മികളുടെ നേതാക്കന്മാർ എന്നാക്കാളും അപ്പുറം പറഞ്ഞ ചില പദങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഞാനത് വേണ്ടിക്ക് പുറത്തിടാം. എന്താ കാര്യോ, കേരളത്തിനകത്ത് ഞങ്ങളെ സ്ത്രീകൾ അവരുടെ തൊഴിലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടേണ്ട വേതനങ്ങൾ കിട്ടാതെ വന്നപ്പോൾ സർക്കാർ അത് നിഷേധിച്ചപ്പോൾ ആ നിഷേധത്തിന്റെ ഭാഗമായിട്ട് അവരുടെ പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ അടയാളപ്പെടുത്തുമ്പോൾ അതിനെപ്പോലും വൾഗറായ അൺപാർലമെന്റ് വാക്കുപയോഗിച്ചുകൊണ്ട് അതിനെ പരിഹസിച്ച നിന്റെയൊക്കെ മന്ത്രി പൂങ്കാവനമുണ്ടല്ലോ, അവർക്ക് പോയി ക്ലാസ് എടുക്ക്. തെറിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇല്ല, എനിക്കല്ല ക്ലാസ് എടുക്കണ്ട്. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഇല്ലാതെ പച്ച നുണകൾ പറഞ്ഞാൽ സത്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ കൃത്യമായ പ്രൂഫിന്റെ അടയാളത്തിൽ മറുപടി പറയാൻ എനിക്കറിയാം കേട്ടാ. നിങ്ങൾ ഏതെങ്കിലും പാവും താവും കൂട്ടി മാങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ശബ്ദം അങ്ങ് അവസാനിപ്പിക്കുന്നു ഏതെങ്കിലും എന്താ പറയണ്ട ഓളികൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നാലാക്കി മടക്കി പോക്കറ്റിലങ്ങ് വെച്ചേ. കോൺഗ്രസ് ആണ് എന്റെ വികാരം, കോൺഗ്രസ് ആണ് എന്റെ പ്രാണവായു. ആ കോൺഗ്രസിന്റെ പ്രതിഷാദത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തം പാർട്ടിക്കകത്ത് എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനതിനെ പ്രതികരിക്കും. അത് ഉൾപ്പാർട്ടി ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വേണ്ടുവോളം ആസ്വദിക്കുന്ന വ്യക്തിയാണ് ഞാൻ. മനസ്സിലായ? അപ്പൊ അങ്ങനെ വരുന്ന എനിക്ക് എന്റെ പ്രതികരണം ഉണ്ടാകും, നാളുകളിലും ഉണ്ടാകും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അതിന് ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും നിങ്ങളെ ഭാവനയ്ക്കനുസരിച്ച് കഥയുണ്ടാക്കി അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയാലും എന്നെ ബാധിക്കുന്ന വിഷയമൊന്നും അല്ലാതെ.
അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഓക്കെ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദയവ് ചെയ്ത് നിങ്ങളെ കരച്ചിലൊന്ന് അവസാനിപ്പിക്കുക. ഗവൺമെന്റ് ഫോം ചെയ്യട്ടെ, ഗവൺമെന്റ് മുന്നോട്ട് പോവട്ടെ. ഗവൺമെന്റിന്റെ ഭാഗത്ത് വീഴ്ചകളുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ. ആ വീഴ്ചകളെ യഥാർത്ഥവും സത്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കും. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഒരു ഗവൺമെന്റിനെ വേണ്ടാത്ത വിധത്തിൽ വിമർശിക്കുക, ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നതിന് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക, വ്യക്തിപരമായിട്ട് ഇല്ലാതെ പച്ചക്കളവുകൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ വരുന്ന ഘട്ടത്തിൽ അതിനെയൊക്കെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് എതിർക്കുക തന്നെ ചെയ്യും, അതിനെ തടയിടുക തന്നെ ചെയ്യും. അതൊരു കോൺഗ്രസുകാരന്റെ ഉത്തരവാദിത്ത. അത് ഞാൻ കൃത്യമായിട്ട് ഞാൻ നിർവഹിക്കുന്നുണ്ടെന്ന എന്റെ ഒരു ബോധ്യം കേട്ടാ. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും നീട്ടി വലിക്കുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഇതിലുള്ള കരച്ചിൽ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഇവറ്റകളെ കരച്ചിൽ. അല്ല, ഇവറ്റകൾക്ക് പറയാം, കരയാം. അതിന് ടൈമിംഗ് കൊടുക്കണ്ടേ, ദിവസങ്ങൾ കൊടുക്കണ്ടേ? ഒരു ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ ഫയൽ നോക്കുന്നതിന് മുമ്പേ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം ഒന്നിന് പിറകെ ഒന്നായിട്ട് നടപ്പാക്കി വരുമ്പോ അതിനെപ്പോലും പരിഹസിക്കാൻ ഈ വറ്റകൾക്കല്ലാതെ ഭൂമി ലോകത്ത് മറ്റൊരാൾക്ക് കഴിയോ? നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ യോജിക്കും അല്ലേ? ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത് 10 മണിക്ക്, 11 മണിയാകുമ്പോഴേക്ക് തന്നെ ഞങ്ങൾ കൊടുത്ത മാനിഫെസ്റ്റോ കൊടുത്ത വാഗ്ദാനങ്ങൾ മനസ്സിലാക്കണം. അതിന് ആശ്വാസം എന്നുള്ള നിലക്ക് അത് കൃത്യം തന്നെ പ്രത്യേകം മുഖ്യമന്ത്രി എടുത്ത് പറയുന്നുണ്ട്. ഇതിനെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. നിങ്ങളുടെ വിചാരങ്ങളും നിങ്ങളുടെ കഷ്ടതയും ഒക്കെ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. പക്ഷെ ഞാൻ ഫയലുകൾ നോക്കിയിട്ടില്ല. അതൊക്കെ നോക്കിയതിനു ശേഷം ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഞങ്ങൾ പരിഗണന ഉണ്ടാക്കും. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ആശ്വാസം എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ള നിലക്ക് ഞങ്ങൾ ചെറിയൊരു കാര്യം മുന്നോട്ട് വെക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ അത് ആ തരത്തിലല്ലേ മുകളിലേക്ക് എടുക്കേണ്ടത്? അതിനപ്പുറത്തേക്ക് കടന്നു കയറി ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവറ്റകൾ പച്ച നുണകളും കളവുകളും പ്രചരിപ്പിക്കുക, അതൊന്നും ജനാധിപത്യ രീതിയിൽ അനുവദിച്ച് തരാൻ കഴിയില്ല എന്ന് വളരെ സ്നേഹത്തോടു കൂടി തന്നെ പറഞ്ഞു വെച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഒരു മൂവർത്തത്തിൽ ചാലിച്ച വിപ്ലവ സ്നേഹ അഭിവാദ്യങ്ങൾ.